അതുപോലെ തന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഓർമ്മ വന്നപ്പം വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1, 2, 3, 4, 5 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കും ഓരോ കാര്യങ്ങൾ. ഇത് ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ ട്രോൾ ചെയ്തിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു ഇൻസിഡൻറ്റ് ചിലപ്പോൾ മേ ബി അതൊരു കോയിൻസിഡൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ ആ സമയത്ത് ഇത്രയും നാൾ ഞാൻ ഒരു ബ്രേക്കിന് ശേഷമാണ് ആ ഒരു 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 നാൾ ഞാനൊരു സിനിമയിൽ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരി കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ അതിനെ കാണുന്നത്. ആ ഇൻസിഡൻറ്റും ചിലപ്പം എനിക്ക് നല്ലതിനായിരിക്കാം മേ ബി ആ സാധനം എനിക്ക് കൊണ്ടിട്ടത്. കാരണം നമ്മൾ മറന്നു പോകും. കാരണം കുറേയൊക്കെ നമ്മൾ 1, 2, 3 സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഓർത്തോർത്ത് വെക്കും. ഇത് ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ മറന്നുപോയി. അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. ഞാൻ സൂര്യജോഡി നമ്പർ 1 എന്ന് പറഞ്ഞാൽ സൂപ്പർ ജോഡിയാണോ സൂര്യജോഡിയാണെന്ന് പറഞ്ഞൂടാ. നമ്മളുടെ ബഷീർ ബാഷി അങ്ങനെ അവരെല്ലാം ഉള്ള സീസണിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. മൃദുല ഉണ്ടായിരുന്നു, നമ്മളുടെ ബിഗ് ബോസിലെ നമ്മളുടെ ജിഷിൻ ചേട്ടനുണ്ടായിരുന്നു, പ്രമോദേട്ടനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. സൂര്യജോഡിയാണോ സൂപ്പർ ജോഡിയാണോ അതിൻ്റെ ഒരു നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം എല്ലാവരും അതിനകത്തുള്ളവരെല്ലാവരും കൂടെ കൂടി ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടിച്ചുപൊളിയുടെ ഇടയ്ക്കൊരു ഇൻസിഡൻറ്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു തെളിവാണ്. കാരണം ഇയാളിനി പറഞ്ഞുണ്ടാക്കി ഇതൊക്കെ കള്ളത്തരമാണ്. കാരണം ഇതിനൊന്നും തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാൻ ഈ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വായാൽ പറയുന്ന കാര്യങ്ങളെ നമ്മളെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു തെളിവാണ്. ആ ഇൻസിഡൻറ്റ് പോലും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പാർട്ടിക്ക് ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ രസമായിട്ട് തമാശയൊക്കെ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസുകൾ കുടിക്കുന്നു, ആണുങ്ങൾ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അതിനകത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാർ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകളെല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു ടൈം. എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എക്തിക്സ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും കൂടെ മിക്സ് ഓഫ് ആയിട്ടിരിക്കുന്നു. ചിലവർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു. അതുപോലെ ചിലവർ വന്ന് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനകത്ത് ആൾക്കാർ വേറെ അനാവശ്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആൾക്കാർ കൂട്ടി പറയണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോന്നു വരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞ് ഞങ്ങളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നപ്പം ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരുപക്ഷെ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുമെന്ന് തോന്നുന്നു. ആ ഇൻസിഡൻറ്റ് എല്ലാവരും കൂടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കാം. അപ്പം ഞാനിതെന്താ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിലൊരു അലമാരി ഇരിപ്പുണ്ട്. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പണായി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പണായി കിടക്കുമ്പോൾ ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മൾ ആ ബാത്റൂമിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ അത് എനിക്കറിഞ്ഞൂടെ പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കണ്ണാടിയിൽ കൂടെ ബാത്റൂം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല. അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രഞ്ച് അടിക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ച് നേരം ഞാൻ സ്റ്റക്കായി നിൽക്കുന്നത്. ഇതെന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്കായിട്ട് പെട്ടെന്ന് ചാടിപ്പോയി. ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ചാക്കുച്ച് കിടന്നു. അതായത് കെട്ടിപ്പിടിച്ച് ഫ്രഞ്ച് അടിച്ചുകൊണ്ടിരിക്കും അവർ. ഇതെല്ലാം ചെയ്തിട്ടും അവിടുന്ന് ഞാൻ ഇറങ്ങി. ലാസ്റ്റ് മൃദുല എൻ്റെ കൂടെ വർക്ക് ചെയ്ത അമ്മുൻ്റെ കൂടെയാണ് ഞാൻ ചാർജ് ഇരുന്നത്. അപ്പം അങ്ങനൊരു ഇൻസിഡൻറ്റും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് മൃദുലയുടെ റൂമിലാണ് ഞാൻ കരഞ്ഞു പിടിച്ച് ഞാൻ പോയി കിടന്നതും. രാവിലെ വീണ്ടും ഇതുപോലെ കാല് പിടിച്ച് മാപ്പ് പറയലും കാര്യങ്ങളും ഒക്കെ പറയുന്നു. അത് പറ്റിപ്പോയതാണെന്ന് പറയുന്നു. അങ്ങനെ ഒത്തിരി ഇത് തുടക്കകാലത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻസിഡൻറ്റ് ഉണ്ടായി. എനിക്കൊന്ന് മേ ബി ആ ഇയർ നോക്കുമ്പോൾ അറിയാം. സൂര്യജോഡിയൊക്കെ എനിക്ക് തോന്നുന്നൊരു 7-8 വർഷം മുന്നേ, 8-7 വർഷം അത്രയായിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ഉണ്ടായത്. ഇതിന് തെളിവിന് ജിഷിൻ ചേട്ടനെയോ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മളുടെ ആരൊക്കെ പ്രമോദേട്ടൻ ഇവരൊക്കെ പറയുമെന്ന് എനിക്കറിഞ്ഞൂടെ. ഫിറോസിനെ പേടിച്ചിട്ട് പറയുമെന്ന് എനിക്കറിയത്തില്ല ആ ഇൻസിഡൻറ്റ്. അതിന് ശേഷം വീണ്ടും
അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വന്ന ആ സമയത്ത് ലൈവിനകത്ത് കുറേ ഉണ്ട് വീഡിയോ. അതും ആരെങ്കിലുമൊക്കെ എടുത്ത് ഇത്രയും ക്ലിപ്പുകൾ എടുത്തിരുന്നുകൊണ്ട് അതും കൂടെ കൊടുത്ത് ഇടുകയാണെന്നെങ്കിൽ കുറച്ച് ഉപകാരമായിരുന്നേനെ. അന്നും ഇതുപോലെ മോഹങ്ങളെല്ലാം പാടുകളൊക്കെ വരുത്തി വയ്യാണ്ടായിട്ടാണ് ഞാൻ ബിഗ് ബോസിൻ്റെ അതിൽ വന്ന് ആ ലൈവിൽ വരുന്നതും. അപ്പോൾ എല്ലാവരും ലൈവിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഫിറോസ് അടിച്ചതാണോ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വല്ല മറിഞ്ഞ് വീണതാ, സ്റ്റെപ്പിൽ നിന്ന് മറിഞ്ഞ് വീണതാന്നൊക്കെ പറയുന്നു. അങ്ങനെയും പ്രശ്നങ്ങൾ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുക. കാരണം എനിക്ക് അതിനകത്ത് മെയിൻ രൂക്ഷമാകാൻ കാരണം ഞാനിത് വേണ്ട എന്ന് പൂർണ്ണമായിട്ട് വെക്കാൻ കാരണം ബിഗ് ബോസിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, ബിഗ് ബോസിൽ പോയ ആൾക്കാർക്കറിയാം, നമ്മളുടെ ഒരു മൂന്നാഴ്ചത്തെ പേയ്മെൻറ്റ് ആദ്യമേ നമ്മൾ അക്കൗണ്ടിൽ വീഴും. അപ്പം ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്ത് എൻ്റെ ഉമ്മയുടെ കൈ കൊടുത്തിട്ടാണ് പോയത്. കാരണം ചിലവിന് എന്തെങ്കിലും കൊടുക്കട്ടെ. ആ സമയത്ത് ഞാൻ കുറച്ച് സ്ട്രോങ് ആയി വന്നു. ഞാൻ കുറച്ച് എൻ്റെ ഉമ്മയുടെ ചിലവിന്, പിള്ളേർക്ക് ചിലവിന് കൊടുക്കാൻ വേണ്ടി കൊടുക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ATM എടുത്ത് ഉമ്മയുടെ കൊടുത്തിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് പൈസ വരുമ്പോൾ നിങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യണം. കാരണം രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞ് മാത്രമല്ല 2 കുഞ്ഞുങ്ങളും അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് പോയ സാധനം തിരിച്ച് വന്നപ്പോൾ ഒരു 10,000, 20,000, 25,000, 30,000 നടും കറക്റ്റ് 30,000 രൂപയ്ക്കകത്ത് എന്താണ്ട് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. അത് തക്കതായ കറക്റ്റ് തെളിവ് എൻ്റെ വീട്ടുകാർ പറയുന്നുമുണ്ട്. ബിഗ് ബോസിൽ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഡ്രസ്സ് അയച്ചു തരണമെന്ന് പറഞ്ഞു. ഇവർക്ക് ആ സമയത്ത് കൊളാബും കാര്യങ്ങളോ അങ്ങനെ ഒന്നും അറിയത്തില്ല, എവിടെ നിന്ന് എടുക്കണമെന്നും അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടെ. പെട്ടെന്ന് ഒരു ഡ്രസ്സ് ഞങ്ങൾ കൊണ്ടുപോയതിൽ ഞങ്ങൾക്ക് ഇന്ന ഫംഗ്ഷൻ ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ തന്നെ ഏതൊക്കെയോ കടയിൽ നിന്ന് പോയി സാധനങ്ങൾ മേടിച്ചു. കാരണം അവിടെ നിൽക്കുകയല്ലേ, പൈസ കൊടുക്കുന്നതും ഇതിനകത്ത് മത്സരിപ്പിക്കും. ഞാൻ പറഞ്ഞു എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇതിനകത്ത് എടുത്തോളം പറഞ്ഞു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 30,000 രൂപ ചിലവിനായിട്ട് ഒരു 10, 15 രൂപ പോയിട്ടുണ്ട്. ഡ്രസ്സിനും കുറച്ച് പൈസ ഇളത്തിട്ടുണ്ട്. അതും പറഞ്ഞ് ഫിറോസ് അങ്ങ് ടോർച്ചറിങ് തുടങ്ങി. നിൻ്റെ വീട്ടുകാരെടുത്ത് നശിപ്പിച്ചു, നിൻ്റെ വീട്ടുകാർക്ക്, നിൻ്റെ മൂക്ക് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് എനിക്ക് ടോർച്ചറിങ് തരാൻ തുടങ്ങി. എന്നിട്ടും ഞാനിതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ പൈസയൊക്കെ കൊടുത്തു. ഈ സമയത്ത് നമുക്ക് മെൻ്റലി കുറച്ച് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നു. പോട്ടെ, ഞാൻ ഓർത്ത് കുഞ്ഞിന് വേണ്ടി പിന്നെയും സഹിക്കാം. പ്രോഗ്രാം വരുന്നു, ഞാൻ സീരിയലിൽ ചേർന്നു. സീരിയലിൽ കയറുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സീരിയലിൽ തന്നെ ഇപ്പം സീരിയലിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ടീമിനെല്ലാം മനസ്സിലാവും. ഇഷ്ടം മാത്രമല്ല പ്രണയവർണ്ണം എന്നുള്ള പറഞ്ഞ സീരിയൽ അവരുടെ എല്ലാവർക്കും അറിയാം, അവർക്കൊക്കെ അറിയാം. ഈ പുള്ളിക്കാരൻ വന്ന് എൻ്റെ കൂടെ ഇരിക്കും. സംശയമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നതോ പോരട്ടെ, എന്നെ സംശയമാണ്. ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴും ഞാൻ പറയും ലിക്ക എന്നെ ഭയങ്കര കാര്യം അതുകൊണ്ടാണ് എൻ്റെ കൂടെ വന്നിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ. അപ്പോഴും എനിക്ക് നാണക്കേടാ, പുള്ളി ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിയല്ലേ അളക്കുന്നത്. അങ്ങനെ കുറച്ച് സംസാരങ്ങൾ അവിടെ നടന്നു. അപ്പോൾ ഞാൻ പറയുമ്പോൾ പുള്ളി പറയും, നീ അവനോട് മറ്റൊന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, നീ ഇവനോട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, അങ്ങനെ നീ ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ പറയും, ഞാനല്ല ഫിറോസ്ക്ക് ഇതൊന്നും ചെയ്തിട്ടുള്ളത്, നിങ്ങളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്നെ തലയിലാക്കരുതെന്ന് പറഞ്ഞു അവിടുന്ന് വഴക്കിൽ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് സമാധാനമില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡിവോഴ്സിലാവാന്നുള്ള തീരുമാനമെത്തി. അങ്ങനെ നമ്മൾ പിരിഞ്ഞു നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവനെ പിരിഞ്ഞ് ഞങ്ങൾ മാറി നിന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂവിനെ വിളിച്ചിട്ട് ഇവൻ പറയുന്നു, നീ അവനോട് പച്ചയ്ക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നീ അവൻ്റെ കൂടെ കിടക്കുകയല്ലേടി, അവർ വിളിച്ചിട്ട് പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് എനിക്ക് പല വർക്കുകൾ പോലും പോയിട്ടുണ്ട്. കാരണം ഇതെനിക്ക് പുറത്ത് പറയാൻ പറ്റാതെ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരും പേടിച്ചിട്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് ലാസ്റ്റ് എനിക്ക് വർക്ക് തന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇത് ആർക്കും പറയത്തില്ല. അവർ വിളിച്ചിട്ട് എൻ്റെ സജിന ഞങ്ങൾക്കൊക്കെ ഒരു ഫാമിലി ഉള്ളതാണ്, അവൻ വിളിച്ചിട്ട് നിൻ്റെ കൂടെ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളടുത്ത് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങളില്ലെങ്കിൽ വേറെ വർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവർ പല വർക്കുകൾ പല സീരിയൽസ് ആവട്ടെ, സിനിമ ആവട്ടെ, എല്ലാ കാര്യങ്ങളും ആൾക്കാരെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് സംശയം, ഞാൻ ആരെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ ഇയാൾ വേണ്ടാന്ന് വെച്ച് നമ്മൾ പിരിഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ഇയാൾ എന്നെ വിടാതെ ടോർച്ചർ ചെയ്ത് എന്നെ ഡിവോഴ്സ് തരാൻ പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്തിട്ടില്ല, എനിക്ക് സമാധാനം തരാതെ ഇങ്ങനെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയുന്നത്, നീ അവളോട് കിടക്കുന്ന നേരത്തൊക്കെ പറയുന്നത് എല്ലാവരും പറയുന്നത്, നീ അവളോട് കടന്നില്ലേ. അതായത് ഒരു പെണ്ണ് കേൾക്കാൻ പറ്റുന്ന അപ്പുറം എൻ്റെ വീട്ടുകാരെ വിളിച്ച് ഷൗട്ട് ചെയ്തു. അവരുടെ വീട്ടുകാരത്ത് പറയുന്നു, അവരെ വീട്ടുകാർ വിളിച്ച് പറയുന്നു ആ കൊച്ചിനെ എന്ത് ജീവിക്കാൻ സമ്മതിക്കും. അവരുടെ വീട്ടുകാർ സഹിതം പറയുന്നു. അവരുടെ വീട്ടുകാരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം സഹിച്ച് ഇതെല്ലാം ഞാൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫിൽ ഞാൻ സഖി കെട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇനിയുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കാം, എൻ്റെ കയ്യിലാണ് ഒരു തെറ്റെങ്കിൽ 5 വർഷമായി ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കാം. ബിഗ് ബോസിന് ശേഷം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ്. ഞാനൊരു വിൻഡോയിനകത്ത് വന്ന് പറഞ്ഞു, ഒരു ഇയറിനെ കുറിച്ച് പറഞ്ഞു.
എന്തോ ഞങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് 2.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 2.5 വർഷമായിട്ടേ ഉള്ളൂ അത് ആ വീഡിയോ വന്നിട്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ വീഡിയോ ക്ലിപ്പ് കൂടെ നിങ്ങൾ ദയവ് ചെയ്തിടണം. ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കുകയാണ്. ഞങ്ങളിപ്പം അത് പക്ഷേ പൂച്ചം സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാർ പറയാൻ തുടങ്ങി ഞങ്ങൾ ഡിവോഴ്സ് ആണെന്ന് പറയാൻ തുടങ്ങി. അത് വേറൊരു രീതിയിലോട്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാനിപ്പം മീഡിയയിൽ വന്ന് പറഞ്ഞു. ഞാനാണ് ആദ്യമായിട്ടൊരു മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത്. ഈ പറയുന്ന തെറ്റ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കോമൺ സെൻസ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ സമയത്ത് ഈ പറയുന്ന ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, തൊട്ടുപുറകെ ഇയാൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഇയാൾ വെച്ചേക്കുമോ, ഇയാൾ ഇതെല്ലാം വന്ന് വിളിച്ച് പറയത്തില്ല ഇയാൾ. എനിക്ക് അങ്ങനൊരു സാധനം ആ പുള്ളി എനിക്കിനി തെളിയിക്കാൻ എനിക്ക് ആകെപ്പാടെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മെസ്സേജുകൾ മാത്രമേ ഉള്ളൂ. ഞാനും പുള്ളിയായിട്ട് നമ്മളിപ്പോൾ പൊങ്ങച്ചത്തോടെ പറയും, ഈ പുള്ളിക്കാരനെ ഇത്ര വർഷമായിട്ട് എനിക്ക് പരിചയമാണ്, ഇത്ര വർഷമാണ്, അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഞാൻ 4 വർഷമെന്നോ 5 വർഷമെന്നോ 10 വർഷമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. 10 വർഷമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് പിടിച്ചുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് പറയല്ലേ ദയവ് ചെയ്ത്. ഇതിനകത്ത് പറയുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. 4 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞു കാണുമായിരിക്കും. ആ സാധനം ഞാൻ തെളിവ് കാണിക്കാം. ഒറ്റ എന്നൊരു മൂവി സമയത്ത് ഞാൻ ഈ പറഞ്ഞ പുള്ളിയെ ഞാൻ പരിചയപ്പെടുന്നു. ആ സമയത്ത് അതിനകത്ത് ആ സിനിമയിൽ എൻ്റെ ഒരു കൂട്ടുകാരി പാടിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയുടെ ഒരു ഇതിനകത്ത് ഞാൻ കൂടെ പോയ സമയത്ത് ആ സമയത്ത് പുള്ളിക്കാരനെ ഒന്ന് കണ്ടിരുന്നു. ഞാൻ സാറെന്ന് പറഞ്ഞു ഞാൻ നിന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ 2 പേരും കൂടെ നിന്ന് പുള്ളിക്കാരി പാട്ട് പറഞ്ഞ് ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല പുള്ളിക്കാരനടുത്ത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം എന്നെ ആ ഒരു ക്യാരക്ടറിന്, അതായത് ലാസ്റ്റ് സ്കെഡ്യൂൾ ഒരു ആ സിനിമ കാണുന്നവർക്കറിയാം, അവസാന സ്ക്രീനിൽ ഞാനൊരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അതായത് ഇൻഡിഗോടെ അല്ല, ഹെയർ ഇന്ത്യയോ ഹെയർ എക്സ്പ്രസ്സോ അതിൻ്റെ എന്നാണ്ടൊരു എയർ ഹോസ്റ്റസ് ആയിട്ട് ചെയ്യാനായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പം എന്നെ വിളിക്കുന്നത് കോൺടാക്ട് ചെയ്യുന്നത് അവൾക്ക് മെസ്സേജായിട്ട്, അവളുടെ കയ്യിൽ ആ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക്, അവൾ നാട്ടിൽ വരട്ടെ, നാട്ടിൽ വന്ന ഉടനെ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഡേറ്റും എല്ലാം ഞാൻ കാണിച്ചു തരാം, ആ ഇയർ കാണിച്ചു തരാം. അന്നേരം പുള്ളി ചോദിക്കുന്നു, ആ കൂടെ വന്ന കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. എൻ്റെ നമ്പർ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയും, എടി നീ കൊടുത്ത് അയച്ചേക്ക്, നീ അയക്കും. ഞാൻ അങ്ങനെയാണ്, കാരണം ഇതിൻ്റെ സമയത്ത് ഞാൻ ഡിപ്രഷൻ അടിച്ച് കുറേ പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ നീ കൊടുത്തേക്കെന്ന് പറയുന്നു. അവളാണ് ഈ നമ്പർ കൊടുക്കുന്നതും. ആ സിനിമയുടെ സമയത്താണ് ഞാൻ പുള്ളിയെടുത്തൊന്ന് സാറിന് വിളിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം ലൈഫിലുണ്ടായ പ്രശ്നങ്ങളോട് നല്ല ഫ്രണ്ട്ഷിപ്പായി. ആ സാധനമാണ് ഈ 4 വർഷം മുന്നേ 10 വർഷം മുന്നേ ഞാൻ എൻ്റെ ജീവിതം തകരാൻ ഈ പുള്ളി കാരണമാണെന്നുള്ള സാധനം സ്ക്രിപ്റ്റഡ് ഉണ്ടാക്കിയത്. എനിക്ക് വയ്യ, ദയവ് ചെയ്ത് ഈ പ്രശ്നങ്ങളും കൂടെ ആ മനുഷ്യൻ, നമ്മളൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, നമ്മൾ ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ഒരാളിനെ വലിച്ച് കീറി കൊന്ന് ഇത്രയും ഒരു നികിഷ്ടമാക്കി വെച്ചത്, പ്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. ശരിയാ, എൻ്റെ കയ്യിൽ നിന്ന് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് പറയുന്നില്ല. ഞാനും ഒരു വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടതിൽ അതിനാണ് ഇത് വിവാദമായെന്ന് പറയുന്നു. പക്ഷേ അതിനു മുന്നേ എന്നെ ഇയാൾ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ പീഡനം കുറേ നാൾ കൊണ്ടുണ്ട്. ഓക്കെ, അറ്റ് പ്രസൻറ്റ് ഞാൻ ഇത്രയും സാധനം ചുരുക്കി ഞാനൊരു കംപ്ലൈൻ്റ് ആക്കി. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വരെ ഇവൻ നല്ലതാണെങ്കിൽ ഓക്കെ, എന്നെക്കുറിച്ച് പറയാൻ ഞാൻ അങ്ങനെ നടക്കുന്നു, ഞാൻ ഇങ്ങനെ നടക്കുന്നു. ഇവൻ എനിക്ക് ഡിവോഴ്സ് തന്നിട്ടില്ലായിരുന്നു. ഇവൻ ഡിവോഴ്സ് തരാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എനിക്ക് ടോർച്ചറിങ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചിനെ ടോർച്ചർ ചെയ്തെന്ന്, എൻ്റെ ടോർച്ചർ ചെയ്യുന്നത് ഇതെല്ലാം ഞാനൊരു വീഡിയോ ആക്കി ഞാൻ പുറത്ത് പറയാൻ പോവാം. ഞാൻ പറയാത്തൊരു കാര്യം എൻ്റെ മോനോർത്ത് മാത്രം. ഇത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബാധിക്കും, ഈ കുഞ്ഞുങ്ങൾക്ക് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ അയാൾക്കും, കാരണം ഞാൻ പറയാൻ ഇയാളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ ഞാൻ വെളിയിൽ വന്ന് പറയാത്തത്, ഞങ്ങൾ ഈ പിരിഞ്ഞു എന്നുള്ളത് പറയാത്ത കാരണം, ഞങ്ങൾ ഇന്ന കാരണമാണെന്ന് ഞാൻ പറയാത്തൊരു കാരണം, അവനും അവൻ്റെ പപ്പായ നാളെ സ്കൂളിൽ വരുമ്പം അവൻ്റെ പപ്പ കാണാൻ വരുന്നു. അവനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ കുഞ്ഞിനെ പപ്പ എന്ന് പറഞ്ഞ ജീവന. അപ്പോൾ ഈ കുഞ്ഞിനെ പപ്പ കൊണ്ടാക്കാൻ പോകുമ്പോൾ എടാ നിൻ്റെ പപ്പ ഇന്നാണക്കല്ലേടാ എന്ന് പറയരുത് എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് ഞാൻ ഇതൊന്നും വെളിയിൽ പറയാതെ ക്ഷമിച്ച് ഇത്രയും ആയത്. പക്ഷേ അപ്പോഴും ഞാൻ അവൻ്റെ പപ്പ നല്ലതാണെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മ്യൂച്വലായിട്ട് എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞ് ഞാൻ അതിന് സോൾവ് ചെയ്യുന്നു. കാരണം പുള്ളിക്കാരന് പറഞ്ഞേ പറ്റത്തുള്ളൂ വന്ന് ചാനലിൽ. പുള്ളിക്കാരൻ എന്തെങ്കിലും മിണ്ടിക്കാൻ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും. പുള്ളിക്കാരൻ അറിയാം, അല്ലാതെ സ്നേഹം കൊണ്ടോ പേടിച്ചിട്ടോ ഒന്നും, അല്ലാതെ ഇതുകൊണ്ടൊന്നും ബഹുമാനം കൊണ്ടൊന്നും അല്ല പുള്ളിക്കാരൻ അത് പറഞ്ഞത്. പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം എടുത്ത് വെളിയിലിടുന്നു, പുള്ളിക്കാരനറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നു, ഈ സാധനങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഇതൊന്നും പറയാഞ്ഞത്. എന്നിട്ടും ഞാൻ സഹിച്ച് ഞാൻ എല്ലാം പോട്ടെ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളെല്ലാം പോട്ടെ എന്ന് പറഞ്ഞ് നിന്നു. ലാസ്റ്റ് ഡിവോഴ്സ് തരാൻ പറഞ്ഞപ്പം ഇവൻ ഒരു വിധത്തിൽ ഡിവോഴ്സ് തരുന്നില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു,
ഞാനിതെല്ലാം വെളിയിൽ വന്ന് പറയും, എനിക്ക് ഡിവോഴ്സ് വേണം. കാരണം ഇതിനകത്തൊന്നും എനിക്കൊരു ഫ്രീഡം വേണം. എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് നമ്മളെ ഇങ്ങനെ അങ്ങോട്ടും വിടുന്നില്ല ഇങ്ങോട്ടും വിടുന്നില്ല. വർക്കിന് പോകുമ്പോൾ എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാര്യയുടെ നീ കിടക്കുന്ന വാക്കൊഴിക്കാതെ ഇവന് വേറൊരു വാക്കില്ല. എല്ലാവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി, എല്ലാവരെയും വിളിച്ച് വലിയ വലിയ പ്രമുഖമായ ആൾക്കാരെ വിളിച്ച് വരെ ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നീ അങ്ങനെയാടാ, നീ അവൻ്റെ കൂടെ കിടന്നില്ലേ, എനിക്ക് വരുന്ന വർക്ക് ഇവൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തും. പോട്ടെ, എല്ലാം ക്ഷമിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഈ പേരും പറഞ്ഞിട്ട് അവൻ ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞ് മ്യൂച്വൽ ഞങ്ങൾ സൈൻ ചെയ്തു. മ്യൂച്വൽ കൊണ്ട് ഞങ്ങൾ സൈൻ ചെയ്ത് മ്യൂച്വലെടുത്ത് ഡേറ്റുകളെടുത്ത് ഞങ്ങളൊരു വക്കീൽ വെച്ച് അവൻ പറഞ്ഞു ഒരു വക്കീലിന് അവൻ്റെ വക്കീലിന് വെക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു വക്കീലിനെ വെക്കണ്ട, നമുക്കൊരു വക്കീലിന് മ്യൂച്വൽ അല്ലേ ഒരു വക്കീലിനെ വെക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു ഫ്രണ്ട് വഴി നമ്മൾ ആ വക്കീലിനെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടാണ് വക്കീൽ മനു എന്ന് പറഞ്ഞ വക്കീലിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡേറ്റിന് വിളിച്ച സമയത്ത് ഇവൻ വന്നില്ല. അതങ്ങനെ ലാപ്സായിപ്പോയി. അവൻ മനഃപൂർവ്വം പണി തരാണ്, അതായത് നമുക്ക് ഡിവോഴ്സ് തരത്തില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആദ്യ ഭാര്യയെ പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിച്ചാണ് ഇയാൾ മാരേജ് ചെയ്തേക്കുന്നത്. അന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് പറയുന്നുണ്ട്, ആദ്യ സമയത്ത് ഇയാൾക്ക് ഈ മതങ്ങളെ വിശ്വാസമില്ല എന്ന് പറയുന്ന കാരണം പള്ളിയിൽ പോയി നമ്മളിത് അന്വേഷിക്കുമ്പോൾ പള്ളിയിൽ പറയും ഡിവോഴ്സ് ആയിട്ടില്ല, ഇവരുടെ ഡിവോഴ്സ് ആയതിനു ശേഷം അടുത്ത് നമുക്ക് നിക്കാതെ നടത്താമെന്ന് പറയും. അത് മറച്ചു വെച്ചിട്ടാണ് ഇവരെല്ലാം നമ്മൾ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നത്. രജിസ്റ്റർ മാരേജ് അവർ ചെയ്തിട്ടില്ലായിരിക്കാം മേ ബി, അതുകൊണ്ടായിരിക്കുമല്ലോ എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തത്. ഈ സാധനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നു ഇയാൾ ആ വൈഫിന് പോലും ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിനെ 200 പവനോളം അയാളുടെ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അയാൾ ആഡംബര ജീവിതത്തിന് വേണ്ടി അയാളെ കല്യാണം ആഡംബരമായിട്ട് നടത്തിയത് 19 പവൻ എടുത്തിട്ട് ഇയാൾ ആ സ്വർണം കൊണ്ടുവന്ന ഉടനെ തന്നെ അടുത്ത ദിവസം വിൽക്കുന്നു. അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരിയും ഇതുപോലെ ഓർത്തഡോക്സ് ഒരു ഫാമിലി, ഭയങ്കര ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള ഒരു പുള്ളിക്കാരിയാണ്. അവരും ഇവനെ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം ഇവൻ ഒരു മീഡിയയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഇവൻ എന്ത് പറയുന്നോ അവർക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല. അപ്പം മീഡിയയിൽ വന്ന് പറയുമ്പം മീഡിയയിൽ പറയുന്ന ആൾക്കാർ അതാ വിശ്വസിക്കത്തുള്ളൂ, ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അവരും പേടിച്ചാണ് ജീവിക്കുന്നത്. അവർ നമ്മൾ സംസാരിച്ചപ്പം ഏകദേശം ഞാൻ അനുഭവിച്ച അതേ പീഡനമാണ് അവരും അനുഭവിച്ചിട്ടുള്ളത്. ആ ഒരു കുഞ്ഞിനിപ്പം 17 വയസ്സായി. ആ കുഞ്ഞിനെ പോലും ഒരു തരി സ്വർണം ഏതോ വീഡിയോയിൽ ഇട്ടെന്നുള്ളത് അറിയാം, ഏതോ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്, ഒരു തരി സ്വർണം പോട്ടെ ഒരു തരി മുട്ടായി മേടിച്ചു കൊടുക്കട്ടെ അവന് ഒരു ചെലവിന് പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും ഈ കാര്യങ്ങൾ വരുമ്പം പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു ഡിവോഴ്സിൻ്റെ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് ഇവൻ പറയുന്നു ഈ കുഞ്ഞിനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മൈൻഡ് വേറെ ഇങ്ങോട്ട് പോയി, അതുകൊണ്ടാണ് അപ്പം ഈ ലാസ്റ്റ് ഇവരും പറയുന്നു ഈ ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്ന്. അപ്പം എൻ്റെ മാരേജ് ഇല്ലീഗലാണ്. അന്നേരം ഇവൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇല്ലീഗൽ, എന്നെ കഴിച്ചേക്കുന്ന ഇല്ലീഗൽ മാരേജാണ്. അപ്പം ഇവൻ ഇത്രയും ദ്രോഹം ചെയ്ത പോരെ. പിന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം ഒരു 5 സെൻറ്റ് സ്ഥലം വീടും എനിക്കുണ്ട്. ആ വസ്തു ഞാൻ അവൻ്റെ പേരിലോട്ട് എഴുതി കൊടുത്താൽ അവൻ എനിക്ക് ഡിവോഴ്സ് തരാമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനും ഇതൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇപ്പം ജപ്തിയായി കിടക്കുകയാണത്. എൻ്റെ പേരിലാണ് ലോൺ എടുക്കുന്നത്, എൻ്റെ പേരിലേക്ക് ആ വീടിന് 15 ലക്ഷം രൂപയ്ക്ക് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. അത് ലാപ്സായി കിടന്നത് എൻ്റെ ലാസ്റ്റ് അതും ജപ്തിയുടെ ഘട്ടത്തിൽ. എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് അതെൻ്റെ തലയിലാക്കി. ഇവനൊരു ബുള്ളറ്റ് ഞാനൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു ബുള്ളറ്റ് ഉണ്ട്, അതിനും മാസം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ എമൗണ്ട് വെച്ചിട്ട് അവന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതും എൻ്റെ തലയിലായി സിവിൽ സ്കോർ വെച്ചിട്ട് എൻ്റെ മൊത്തം എനിക്കിപ്പോൾ ഒരു ലോൺ പോലും എനിക്കൊരു പേഴ്സണൽ ലോൺ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ കുരുക്കിയിട്ടേക്കവൻ. ഇതെല്ലാം ചെയ്ത് ഞാൻ അങ്ങേയറ്റം ഞാൻ നിൽക്കുക. ഇനി എനിക്ക് പറ്റില്ല, എന്നെ ഇത്രയും ഞാൻ സഹിച്ച് ഇവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, എന്നെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചാണ്. ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ പോലും ഇനി ഒരു പക്ഷേ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നോക്കേണ്ട ഞാനാണ്, ഈ 2 കുഞ്ഞുങ്ങളെ നോക്കേണ്ടത്. നാളെ ഒരു കാലത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ പോകുമ്പോൾ നിൻ്റെ ഉമ്മ ഇങ്ങനെ ചെയ്തില്ലേ മറ്റേതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാണക്കേട്. എൻ്റെ മോൻ വിളിച്ചിരുന്നില്ല പറഞ്ഞു പപ്പ ഉമ്മയുടെ വീഡിയോ ഇങ്ങനെയുള്ള പപ്പ വീഡിയോകളൊന്നും ഇടല്ലേ, എൻ്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പപ്പാടോട് മിണ്ടത്തില്ല. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ആ കുഞ്ഞൊരു റൈറ്റ് ചെയ്തിട്ടൊരു സാധനം ഞാൻ ഇട്ട് കൊടുത്തു. കാരണം ഇവൻ എന്നിട്ട് ആ കുഞ്ഞ് പോലും പറയുന്നത്, എന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മോൻ പറയുന്നത് പപ്പ ഞാൻ ഇനി 5ാം ക്ലാസ്സിലാണ്, എന്നെ എല്ലാവരും കൂടെ കളിയാക്കും, പപ്പ ഒന്നും ഇങ്ങനെ പറയല്ലേ, ഉമ്മി പപ്പായെ സപ്പോർട്ട് ചെയ്തല്ലേ വീഡിയോ ഇട്ടത്, ഉമ്മിക്ക് വേണമെങ്കിൽ പപ്പ എന്ത് വേണമെങ്കിൽ ഇത്തിരി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ എന്ന് എൻ്റെ കുഞ്ഞ് ചോദിച്ചു. എന്നിട്ട് പോലും ഇവൻ വീണ്ടും ഈ ആക്ഷൻ വീഡിയോ കാണിച്ചു. ആക്ഷൻ വീഡിയോ ആർക്കും കാണിക്കാം ഫിറോസ് ഖാനെ.
ഞാൻ ആക്ഷൻ അല്ല കാണിച്ചിരിക്കുന്നത്, ഞാൻ നിയമത്തിനാണോ പോയിരിക്കുന്നത്. എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ നിയമത്തിനോട് പോകത്തില്ല. എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇതുപോലൊരു കാര്യത്തിൽ എടുത്തില്ല. ഇനി എന്തോ ആയിക്കോട്ടെ, ഇയാൾ ആദ്യത്തെ ഭാര്യയെ വിളിച്ചിട്ട് ഇന്നലെ പുള്ളിക്കാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഏതോ ഒരു വീഡിയോ വന്നു, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയൂടി, ഞാൻ അങ്ങനെ പറയൂടി, നീ അങ്ങനെ ചെയ്തു എന്ന് പറയൂടി, നീ ഏതവനോടെ പോയി എന്ന് പറയൂടി. ഇതേ സംഭാഷണം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇട്ട് ഇയാൾ ഒരുമാതിരി വൃത്തികെട്ട രീതി. അവർക്ക് പേടിയാണ്, കാരണം മീഡിയയിൽ വന്ന് ഇയാൾ പറയുമ്പം ആൾക്കാർ അതേ വിശ്വസിക്കത്തുള്ളൂ. അവർക്ക് മീഡിയയിൽ വന്ന് മീഡിയ പേഴ്സണായിട്ട് വന്ന് സംസാരിക്കാൻ അവരുടെ ഫാമിലി അങ്ങനെയാണ്. അവർ അത്രയും റിപ്പോർട്ടർ ഫാമിലി ആയതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് 200ഓളം 150ഓളം പവൻ അവർക്ക് മിസ്സായിട്ടും അവർ സഹിയായിട്ട് നിൽക്കുക. കുഞ്ഞിന് പോലും ഒരു ചെലവിന് കൊടുക്കുന്നില്ല. ഇത്രയും ചെയ്തിട്ട് പോലും ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇതിനകത്ത് കടന്ന് പീഡനപ്പെട്ടുകൊണ്ടിരിക്കുക. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും വേഷ്ടികളാണ്, ഞങ്ങൾ വെറും പന്നലുകളാണ്, ഞങ്ങൾ വെറും തെണ്ടികളാണ്. പക്ഷെ ഈ തെണ്ടികളാണല്ലോ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ടാണെന്ന് വളർത്തുന്നത്, ഞങ്ങൾ അധ്വാനിച്ചാണ് നോക്കുന്നത്. ഈ ഞങ്ങളെ കിടന്ന് എന്തിനാണ് ഈ തെണ്ടി ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സഖി കേട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. എനിക്ക് വയ്യ. അത് കഴിഞ്ഞിട്ടാണ് തീവ്രമായിട്ടാണ് ഓരോ കാര്യവും, ഇവൻ്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ ലൈഫിൽ നിന്ന് എഴുതിവിട്ട ഞാൻ എന്തിനിവനെ ഞാൻ ഇതാക്കണം? എൻ്റെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടോ, വന്നിട്ടില്ലയോ, ഇനി ആര് വരുന്നോ, ഇവൻ എന്തിനറിയണം? ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോകൃതം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊരാൾ ഒരു വിവരം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ളൊരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ. എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി, എനിക്ക് തെറ്റ് പറ്റിപ്പോയതാ. ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിൻ്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിൻ്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ പേര് വെളിയിൽ വരാതെ ഈ ഒരു കാര്യം ഞാനതൊരു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ കാര്യം തിരക്കി കണ്ട് ലീഗലി ഇവൻ്റെ വെളിയിൽ ഒരു മൈനർ കേസിനെ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം വെളിയിൽ വരണം. ഇനി എനിക്ക് നാണക്കേട്, എനിക്കും എൻ്റെ കുഞ്ഞിനെ നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല. അതും ഞാൻ ലീഗലി കൊടുത്തിട്ടുണ്ട്. അത് മൂവ് ചെയ്യട്ടെ. അത് സത്യാവസ്ഥ എന്താണെന്ന് ഈ ലോകം അറിയട്ടെ. ഇവൻ്റെ തെണ്ടിത്തരം വെളിയിൽ അറിയണം. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവൻ്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് അവള് യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ, ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കണം, എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയാം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നറിഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തിടേണ്ട കാര്യം വരും. അതേപോലെ തന്നെ ഒരു ആയുർവേദ ഡോക്ടറുകാരിയെ വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിന് ശേഷം അയാൾ തലയിലായെന്നറിയുമ്പം ഇയാൾ നൈസിന് അവരെയും തേച്ചു. അവരും മാനസികമായിട്ട് ഇപ്പം ദുബായിലെന്താണ്ട. അത് കഴിഞ്ഞ് വേറൊരു പുള്ളിക്കാരി, അങ്ങനെ കുറേ. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഷിയാസിൻ്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാളും ഭയങ്കര അഫെയർ ആയിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, ആ കഥയിലുള്ളതാണ് തന്നെയാണ്. ആ പുള്ളിക്കാരിയും ഇതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കിൻഡിൽ പെണ്ണുങ്ങളുമായിട്ട് ഇയാൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി. അയാൾ ചതിച്ചു പോയ ആഫ്റ്റർ ഞങ്ങൾ മാറി നിന്നതിന് ശേഷം ഇപ്പം വരെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സ് ആവാനുള്ള കാരണം ഇയാൾ എനിക്ക് ഡിവോഴ്സ് തരുന്നതുമില്ല. ഇപ്പോൾ ഇല്ലീഗൽ മാരേജ് ആണ് ഇയാൾ എന്നെ ചെയ്തേക്കുന്നത്. അതെല്ലാം നിയമങ്ങളായിട്ട് നടക്കട്ടെ ഈ കാര്യങ്ങളെല്ലാം. അപ്പം ഇതുവരെ നടന്ന കാര്യങ്ങൾ, ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ വരുന്നുണ്ട്. ഇയാൾ പല ആൾക്കാരെയും വിളിച്ച് പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അപ്പം ഭീഷണിയാണ് ഇയാളുള്ളത്. ഇയാൾക്ക് പണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഒരു മീഡിയക്കാരനാണ്. ആ മീഡിയക്കാരൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, എൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അയാളുമായിട്ട് ഒരു 6-7 മാസം മുന്നേ ഇത് വെൽ പ്ലാൻഡ് ആണ്. ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കണം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കണം, ഇവരുടെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാകും, ഈ ഒരു സാധനം പൊട്ടിത്തെറിക്കും, ആ സമയത്ത് ഈ സാധനങ്ങൾ ചെയ്യും. ഇവരുടെ കൂടെ നിന്ന ഒരു സുഹൃത്ത് തന്നെയാണ് നമുക്കിതെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. തെളിവ് സഹിതമാണ് നമുക്കിതെല്ലാം കിട്ടിയിരിക്കുന്നത്. ഇതൊന്നും എന്നെക്കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയതിന് ശേഷം ഉണ്ടായതൊന്നും എനിക്കൊന്നും പ്രശ്നമില്ല. കാരണം അതിനു മുന്നേ എനിക്ക് ഫിറോസിനെ അറിയാം, എന്താണെന്നും എനിക്കറിയാം. എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ